السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അൽ ഇമാം ഇബ്നു ഹസ്ം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം, തറദുൽ ഹമ്മി ലൈസ ലഹു ഇല്ലാ തരീഖുൻ വാഹിദുൻ. ഒരാളുടെ ഹമ്മ്, അയാളുടെ മുൻകഴിഞ്ഞതായ കുറേ വിഷമങ്ങൾ, കുറേ സങ്കടങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, അതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ആ മാർഗം എന്താണെന്ന് പറയാണ്, വഹുവൽ അമലു ലില്ലാഹി തആല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇഷ്ടംപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ നമ്മൾ പല രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ കൗൺസിലറെ കാണും, അതല്ലെങ്കിൽ കൂട്ടുകാരോട് ഷെയർ ചെയ്യും, അതല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി പല മാർഗങ്ങളും, അവർക്ക് അനുയോജ്യമാകുന്ന പല രൂപത്തിലുള്ള പല മാർഗങ്ങൾ പല ആളുകളും സ്വീകരിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അതിനെല്ലാമുള്ള ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയുക. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി പിന്നീടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കി ചെയ്യുക. ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് ഇത് അറിയുന്നുണ്ട്, എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, സദാസമയം എന്നെ വീക്ഷിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു മുറാഖബത്തിൽ, അള്ളാഹുവിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കർമ്മങ്ങളും അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഈ രൂപത്തിൽ നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മളുടെ മുൻകഴിഞ്ഞ സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കി തീർക്കാൻ അത് മതിയാകുന്നതാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതല്ലാത്ത ഏത് മാർഗം ഒരാൾ സ്വീകരിച്ചോ അതെല്ലാം ദലാലാണ്, അതെല്ലാം വഴികേടാണ്, അതെല്ലാം ഖേദത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് ഏറ്റു പറയുക, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യുക. അതിലൊരു ആസ്വാദനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീരാൻ അത് കാരണമായി തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നമസ്കാരത്തിലേക്ക് നിൽക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റാഹത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന രൂപം നമുക്ക് കാണാം, അരിഹ്നായ ബിലാൽ, ബിലാലെ നമുക്ക് ഒരു റാഹത്ത് കൊണ്ടായെന്ന്. അപ്പോൾ അവരൊക്കെ മുൻഗാമികളായ ആളുകളൊക്കെ അവർ റാഹത്ത് കണ്ടെത്തിയിരുന്നത്, മനസ്സിന് ഒരു സുഖം അവർ കണ്ടെത്തിയിരുന്നത് അവർ ഇബാദത്തിലൂടെ ആയിരുന്നു, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിലൂടെയായിരുന്നു. നമുക്കൊക്കെ അത് കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളിൽ പലപ്പോഴും അള്ളാഹുവിനൊരു പങ്കുള്ളത് പോലെ മറ്റ് ജനങ്ങൾക്കും കൂടി ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.